ഇങ്ങോട്ട് വരികയായിരുന്നു മിസ്റ്റർ ശേഖരൻ. പാലക്കാട്ടുകാരൻ ഒരു രാഘവനെയാണ് സംശയം. അമ്മാവനുമായിട്ടുള്ള എന്തോ പൂർവ്വ വൈരാഗ്യം. ആളെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ശേഖരൻ ഒന്ന് സ്റ്റേഷൻ വരെ വരണം, ചില ഡീറ്റെയിൽസ് കിട്ടാൻ. ഞാൻ വരട്ടെ. എന്നാ നീലകണ്ഠൻ പറഞ്ഞ പോലെ. നീലകണ്ഠ, ഒന്നും ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട. തുടങ്ങണേ ഉള്ളൂ. എനിക്കും ഒരു ദിവസമുണ്ട്. ബാക്കി നമുക്ക് അന്ന് പറയാം. അതിനി അധികം വൈകില്ല. ഓർമ്മ വെച്ചോ. അതാണ് വീട്. വലിയ ഉപകാരം. ആരാ മോളേത്? അറിയില്ല. ഇങ്ങോട്ട് തന്നെയാ. പണിക്കർ സാറ്. ആരാര്? അച്ഛാ, വലിയ പ്രസിദ്ധനായ ഡാൻസറാ, ഡൽഹിയിലുള്ള. ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്റെ ഈശ്വര. ഭാനുമതി എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. പണിക്കർ സാറാണെന്ന് കണ്ടപ്പോഴേ ഞാൻ ഇവളോട്, അല്ല ഇവൾ എന്നോട് പറഞ്ഞു വരാ. ഇതൊന്നെടുത്തോളൂട്ടെ. കലാമണ്ഡലം വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നു. വൈകുന്നേരം കൊച്ചിയിൽ എത്തണ്ടതാ. അപ്പോ ഞാൻ ഇത്തിരി ധൃതി കാണിച്ചാ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വന്നത് ഭാനുമതിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടാ. ഷൺമുഖംപിള്ള ഗുരു അടുത്ത സ്നേഹിതനാ. ഞാൻ ഡൽഹിയിൽ ഒരു വിദ്യാലയം തുടങ്ങാൻ പോകുന്നു. അമേരിക്കയില് ഫോർട്ട് ഫൗണ്ടേഷന്റെ ഗ്രാൻഡില. ഭാനുമതിയെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു. അവിടെ ക്ലാസ് എടുക്കാം. പിന്നെ ഒരു വഴിക്ക് പഠിത്തവും മുന്നോട്ട് കൊണ്ടുപോവാ. പിന്നെ പ്രോഗ്രാംസ്. എന്താ എന്താ മോളെ? പണിക്കർ സാർ വലിയൊരു കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഇതുപോലുള്ള ടാലൻസിനെയാണ് അവിടെ ഒരുമിച്ച് ചേർക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, വെറും ഒരു അധ്യാപികയായിട്ടല്ല, സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനും പ്രദർശിപ്പിക്കാനുമുള്ള സൗകര്യം ഭാനുമതിക്ക് അവിടെ ഉണ്ടാവും. ഞാൻ ഇറങ്ങാണ്. ബന്ധപ്പെടാം. ചായ കുടിക്കാൻ ചായയോ ഇളനീരോ ഒന്നും വേണ്ട. ഭാഗ്യം ചെയ്ത അച്ഛനാ. മോളുടെ കഴിവുകൾ ലോകം കാണാനിരിക്കുന്നതേ ഉള്ളൂ. വരട്ടെ. ഈശ്വര. അല്ല, ഇതിങ്ങനെ ഇടയ്ക്ക് കഴുകി മിനിക്ക് വെച്ചാ മതിയാ? ഒന്ന് റോട്ടിലിറക്കി ഒരു ചുറ്റണ്ടേ? ആ പൂതി നീ മനസ്സിൽ വെച്ചാ മതി. ഇത് മംഗലശ്ശേരി മാധവമേനോന്റെ കാറാ. ഇത് കയറി പോവാനുള്ള യോഗ്യത നമുക്കില്ലാന്ന് കരുതിക്കോ. ലണ്ടനിൽ നിന്ന് കപ്പൽ കയറി വന്നവനല്ലേ യോഗ്യൻ.
ഒന്ന് കാണണമെന്ന് പറഞ്ഞു വന്നതാ. നീലിന് മനസ്സിലായില്ലേ? ആ. വീരാൻകുട്ടി, നമ്മുടെ മസ്കറ്റിലുള്ള. ഓ, എന്താ വിശേഷിച്ച്? ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നത്. ഓരോ തിരക്ക് കാരണം ഇതുവരെ ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല. സിഗരറ്റ്? ഇല്ല, ബീഡിയാ ഇഷ്ടം. അത് വല്ലപ്പോഴും. വന്ന കാര്യം പറഞ്ഞില്ലേ? അത് നിങ്ങൾ ആ മേലെടുത്ത പറമ്പ് എനിക്ക് തരണം. തനിക്ക് തരണം എന്ന് പറഞ്ഞാ മനസ്സിലായില്ല. അല്ല, കൊടുക്കുന്നെങ്കിൽ മറ്റാര് തരുന്നേക്കാൾ 1000 രൂപ കൂടുതൽ ഞാൻ തരാം. എടോ, മംഗലശ്ശേരി മുറ്റത്ത് കയറി വന്ന് വസ്തു വിൽക്കുന്നോന്ന് ചോദിക്കാനുള്ള ധൈര്യം നിനക്ക്? നിന്റെ വാപ്പ അന്തർവാപ്പിള ഈ പടിപ്പുരക്ക് ഇപ്പുറം കാലുകുത്തിയിട്ടില്ല. പുഴക്കരപ്പറമ്പിൽ നിന്ന് അയാളെ തേങ്ങ മോഷിച്ചപ്പം ദേ കാണുന്ന പുളിയമ്മാവിന്റെ വേല ഇവിടുത്തെ പണിക്കാരെ പിടിച്ചു കിട്ടിയിട്ട് തല്ലിയത്. നിനക്ക് ഓർമ്മയിലേക്ക് പോയി ചോദിക്കേ. ജീവനോടുണ്ടല്ലോ ഇപ്പോഴും. ഏതോ നാട്ടിൽ പോയി 4 പുത്തനുണ്ടാക്കിയതിന്റെ നെഹളിപ്പ് മംഗലശ്ശേരി നീലാണ്ടനോട് കാണിക്കാ. പോവാൻ. എടാ, നിന്നെ നിന്റെ വാപ്പയെ ഒരുമിച്ച് ചുടാനുള്ളത്ര പണം നീലാണ്ട ഈ കൈ കൂടെ പറത്തിയുണ്ട്. 1000 റുപ്യ കൂടുതലാരാന്ന്. എന്താണ് നിന്റെ സുഖം? ഞാൻ അത് അപ്പളേ പറഞ്ഞത് അയാളോട്. ഇത് ശരിയാവില്ല. അയാളോട് എന്തിനാ ചാടി കയറണത്? കഷ്ണവും മുറിയായിട്ട് വിൽക്കണത് കയറിട്ട് വന്നതാവും. വിൽക്കും, ഇനിയും വിൽക്കും. നീലിനെ തോന്നിയ എന്റെ അച്ഛന്റെ സ്വത്താ വിൽക്കുന്നത്. അത് വാങ്ങിക്കുന്നതിന് വേണം ഒരു യോഗ്യത. മനസ്സിലായോ? കോന്തം വാരരെ. പണിയൊക്കെ നല്ല ഒന്നാന്തരായിട്ടുണ്ട്. കാശ് ഇത്ര കൂടുതൽ പൊട്ടിയെങ്കിലും ഇതിന് മാത്രം കണക്ക് പറയരുത് വാരരെ. അച്ഛന് വേണ്ടി ചെയ്യുന്ന ഒരു സൽക്കർമ്മം നേരത്തെ വേണ്ടിയതായിരുന്നു. നല്ല കാര്യങ്ങളൊക്കെ ഇത്തിരി വൈകിയല്ലേ തോന്നുള്ളൂ. കേട്ടില്ല? അല്ല, പഴയ മരത്തിന്റെ ഒരു ഉറപ്പേ. വേണ്ട, കേറി അശുദ്ധാക്കണ്ട. അതെന്താ ഇത് ശ്രീകോവിലൊന്നല്ലോ? അതെ, ശ്രീകോവില് തന്നെയാ. കലയുടെ ശ്രീകോവില്. കള്ളുഷാപ്പ് നിറങ്ങിയവർക്ക് അതൊന്നും മനസ്സിലാവില്ല. ഒരു നല്ല ദിവസം നോക്കി ഒരു വിശേഷ കലാപരിപാടിയോട് കൂടി അങ്ങ് തുടക്കം കുറിക്കാം. എന്താ അഭിപ്രായം? യേശുദാസിനെ കൊണ്ടുവന്നാലോ? അങ്ങോട്ട് ചെല്ല്. നടക്കണ കാര്യം വല്ലുണ്ടെങ്കിൽ പറയടോ. അല്ലെങ്കിൽ ഈ ഡാൻസ് ആയാലോ? മനസ്സിലിപ്പോ വിടിയട്ടി. ഇയാളുടെ ഒരു ചുറ്റുകളി പാർട്ടി ഉണ്ടല്ലോ, ആ പല്ല് പൊങ്ങിയ ഒരു ജന്തു. സരസമ്മ. ആ, സരസമ്മ ടീച്ചർ. അതിനെ വിളിക്കാതെ. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഉരുളണ്ട. എടോ, ഈ ഡാൻസ് എന്ന് പറയുമ്പോ ഈ അസത്ത് പെണ്ണുങ്ങളുടെ ചന്തി ഇളക്കിയിട്ടുള്ള കളിയല്ല. നല്ല ക്ലാസിക്കൽ നൃത്തം. അതിനിപ്പോ എവിടെയും പോണ്ട. വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞു വന്നിട്ടുള്ള ഒരു കുട്ടി ഈ നാട്ടിൽ തന്നെയുണ്ട്. വാര്യര് പറയണത് നമ്മുടെ മാമ്പറ്റ അപ്പുമാഷ്ട മോളുടെ കാര്യ? ഉവ്, ഞാൻ ഇന്നലെ ശിവന്റെ അമ്പലത്തിലെ ഒരു നോട്ടം കണ്ടു. നല്ല അസ്വല് മുഖശ്രീയുള്ള കുട്ടി. നീല, അത് അങ്ങോട്ട് ഉറപ്പിക്ക്. നടരാജമൂർത്തിക്ക് സന്തോഷാവാൻ. ശരി ശരി. ആരാച്ചാ അവരെ പോയി കണ്ട് സംസാരിക്കേ. ഇവിടെയെങ്കിലും വഴി ചോദിക്കാൻ ഒരാളെയും കാണുന്നില്ലല്ലോ. അതിന് മുൻകൂട്ടി ആരെയും ഏർപ്പാട് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് കുറച്ചുകൂടെ പോയി നോക്കാം. ആ, അതെന്താ അത്? ഒരാളാ മൂത്രമൊഴിക്കാന്നാ തോന്നുന്നേ. മലർന്നു കിടന്നിട്ടോ? കഷ്ടം. പിടിച്ചെണീപ്പിച്ച് ചോദിച്ചാലോ? വാ. ആരാ പിടിക്കുന്നില്ല. ഒരു കാര്യം ചോദിക്കാനാ. ഈ മാമ്പറ്റ അപ്പുമാഷ വീടേതാ? അപ്പാഷെന്ന് പറഞ്ഞത് ഞാൻ തന്നെ. വീടാ ഞാനും നോക്കണേ. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. കാലെടുത്ത് മൂപ്പര് ഇച്ചിരി ഓവറായി പോയി. കുഴപ്പമൊന്നുമില്ല, മോരുണ്ട് ഇത്തിരി കലക്കി കൊടുത്താളി. ശാരദേ, പിടിക്കണ്ട പിടിക്കണ്ട, കുറച്ചൊന്ന് കിടക്കണം. അപ്പൊ എല്ലാം ശരിയാവും. ഓ, ഞാൻ എന്റെ കുട്ടിക്ക് ഇത്തിരി എള്ളുണ്ട വാങ്ങിയിരുന്നു. ആ പൊതി എവിടെ പോയി? എന്റെ മോക്കേ ഭാനുവിന് വാ അച്ഛാ. അവക്ക് എള്ളുണ്ടാന്ന് പറഞ്ഞാൽ എന്ത് കൊതിയാന്നറിയോ? ഞങ്ങളെ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? മംഗലശ്ശേരി എന്നാ നീലനൊരു കാര്യം പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നേ. ആശാനുമായിട്ടൊന്ന് ആലോചിക്കാന്ന് കരുതി വന്നതാ. അതിപ്പോ കണ്ടീഷൻ മോശമായല്ലോ. നിങ്ങളൊരു പരിപാടി ബുക്ക് ചെയ്യാനാ 7 ലക്കര അമ്പലത്തിലെ. നിങ്ങൾ കാര്യവരോട് പറഞ്ഞു കൊടുക്കൂർപ്പേ. കുട്ടി എഴുന്നേൽക്കൂ. എഴുന്നേൽക്കാൻ. എന്നിട്ട് 3 പേരും പടി ഇറങ്ങി. അതെ, കുട്ടി സൂക്ഷിച്ച് സംസാരിക്കൂട്ടോ. എന്റെ നിയന്ത്രണം തെറ്റിയാല് പിന്നെ ചൂലെടുത്തായിരിക്കും ബാക്കി പറച്ചില്.
മംഗലശ്ശേരി നീലകണ്ഠൻ പറഞ്ഞവരോട് മര്യാദ വിട്ട് സംസാരിക്കരുത്. അത് മൂപ്പർക്ക് കുറച്ചിലുണ്ടാക്കും. നീലകണ്ഠനോ സാക്ഷാൽ പരമശിവനോ ആരുടെ ആളായാലും പടിക്ക് പുറത്തിറങ്ങിക്കൊള്ളണം. മാമ്പറ്റ ഭാനുവ പറയുന്നത്. ഭാനുച്ചി മോളകത്ത് പോകും. ഓരോ പേരും പറഞ്ഞ് കുടിപ്പിച്ച് നിങ്ങളൊക്കെ കൂടെ ഞങ്ങളുടെ അച്ഛനെ കൊല്ലുമല്ലേ? എന്ത് തെറ്റാ ഞങ്ങൾ 2 പെൺകുട്ടികളും നിങ്ങളോടൊക്കെ ചെയ്തത്? ഇത് മാമ്പറ്റ ബാനുവല്ല, പുലിപറ്റ ബാനുവാ. ഞാൻ അയച്ചാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പൊ മുറ്റത്തേക്ക് ഒരു തുപ്പ ചില അലവലാതി പെണ്ണുങ്ങളുടെ കൂട്ട്. ആ തന്ത കുടിച്ച് മലക്കം പറഞ്ഞതിന് അതിന് ഞങ്ങൾക്കാ ചീത്ത. അതിനിപ്പോ എന്തിനാ ഇത് വലിച്ചു കയറിനാവോ? ഒന്ന് ചുമ്മാരിടോ. അപ്പു മാഷ് ഇയാളേത് സ്കൂളിലെയാ? സ്കൂൾ മാഷൊന്നും അല്ല, കുട്ടികളെ എഴുത്തിനിരുത്തും, അതുകൊണ്ട് വിളിക്കണതാ. പണ്ട് കുറച്ചു കാലം കലാമണ്ഡലത്തിലെ വേഷക്കാരനായിരുന്നു. അയാളെ ഒന്ന് കാണണമല്ലോടോ ഭരത. അല്ല, അബദ്ധം നമ്മുടെ പക്ഷത്താ പറ്റീന്ന് വെച്ചാ ക്ഷമ പറയാം. നമസ്കാരം. മാമ്പറ്റ അപ്പു മാഷ അല്ലേ? ഇരിക്കൂ. വേണ്ട, നിന്നോളാം. എന്തായി പറയണേ? ഇരിക്കൂ മാഷേ. ഏഴിലക്കര അമ്പലത്തിലെ പാട്ടുപുര ഞാൻ പുതുക്കി പണിതു. കേട്ടു. അതിപ്പോ പുനരുദ്ധാരണം കഴിഞ്ഞ് തുറക്കുന്നത് ഏതെങ്കിലും ഒരു നല്ല കലാപരിപാടിയോടാവണമെന്നാ തീരുമാനം. അതിനിപ്പോ പേരുകേട്ട കേമത്തികളെ വേണമെന്ന് വെച്ചാ മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ വിചാരിച്ചാ നടക്കും. അതൊന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ തന്നെ മാഷിന്റെ ഒരു മകളുണ്ടെന്നാരോ പറയുന്ന കേട്ടു. എന്താ മിടുക്കത്തിന്റെ പേരെന്ന് എനിക്കറിയില്ല. ഭാനുമതി. ഭാനുന്ന് വിളിക്കും. നല്ല പേര്. അപ്പോ അങ്ങനെ ഒരു തീരുമാനത്തിന്റെ പുറത്താ ഈ മൊശകോടന്മാരെ ഞാൻ അങ്ങോട്ട് അയച്ചത്. ക്ഷമിക്കണം, അവളൊന്ന് എന്തോ ഇത്തിരി കടുത്ത ഭാഷയിൽ സംസാരിച്ചു എന്നറിഞ്ഞു. ക്ഷമിക്കണം. ചേച്ചേ, ക്ഷമ അങ്ങോട്ട് ചോദിക്കാനല്ലേ മാഷെ വിളിച്ചു വരുത്തിയത്. അത് വേണ്ട, തെറ്റ് എന്റെ കുട്ടിയുടെയാണ്. എന്നാ പിന്നെ വരേ. മാഷൊന്ന് എണീക്ക. ഇത് 5001 ഉറുപ്പിയുണ്ട്, ഒരു ചെറിയ സമ്മാനം. തീയതി ഞാൻ അറിയിക്കാം. മോളുടെ ആട്ടം ഗംഭീരാക്കണം നമുക്ക്.